അത് പോയതാ ഇതിനൊക്കെ കാരണം. ബാപ്പ മയ്യത്താവും മുമ്പ് പ്രത്യേകം പറഞ്ഞതാ യാതൊരു കാരണവശാലും അത് കൈവിട്ട് കളയരുതെന്ന്. ഒരു കാര്യമില്ലാതെ അതെന്നാ ബോട്ടിൽ കൊണ്ടുപോയത്. അവന്റെയൊക്കെ ഒരു പാർട്ടി എല്ലാം പറഞ്ഞ് വെള്ളത്തിലായപ്പോ സമാധാനമായല്ലോ. അത് പോയ നിമിഷം മുതൽ തുടങ്ങിയതാണ് കഷ്ടകാലം. ബോസ്, അതുപോലെ തുടർന്ന് ഞങ്ങൾ നീയൊക്കെ ഒലത്തും. മാസം 3 ആയില്ലേ കൊണ്ടുവരാൻ തുടങ്ങിയിട്ട്. ഇതുപോലൊന്ന് കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ അവനെ കൊണ്ടേ പറ്റൂ. വിളി അവനെ. ബോസ്, അവന് നോ, അവൻ വരണം, എന്നാലേ നടക്കൂ. വിളിക്കാൻ. എന്ത് പറ്റി ഭായി? പറ ഭായി, ബൈക്ക് എന്താണ് പറ്റിയത്? കേൾക്കുമ്പോ ഞാനൊരു വലിയ അന്ധവിശ്വാസിയാണെന്നൊക്കെ നിനക്ക് തോന്നും. പക്ഷെ എനിക്ക് നീ ഒരു സാധനം കൊണ്ടുവന്ന് തരണം. നിന്റെ ഈ ബായ് ആരോഗ്യത്തോടെ നടന്നു കാണണേല്. ഭായി ഒന്നുകൊണ്ടും പേടിക്കണ്ട, സംഗതി എന്താന്ന് മാത്രം പറഞ്ഞാ മതി. ഇത്രയുള്ള ഇത് ഞാൻ ഏറ്റ് ആമസോൺ മുതലിട്ടിട്ട് തുടങ്ങും. നിങ്ങൾ എന്റെ ദൈവമാണ്. ഈ ഭൂമി തിരിച്ചു വെച്ചിട്ടാണെങ്കിലും ആ സാധനം ബായുടെ കൈ കൊണ്ട് വെച്ചിരിക്കും. ഹൈറേഞ്ചിൽ ഇനിയും വിപ്ലവങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ. നമ്മുടെ പ്രിയങ്കരനായ സഖാവ് ശ്രീ പി ശശിയെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇതാണ് ഹൈറേഞ്ചിലെ വിപ്ലവ സിംഹം സഖാവ് ശശിയാശാൻ. ഈ സ്വീകരണത്തിന് ഞാൻ നിങ്ങളോടെല്ലാരോടും അത്യധികം Bloody public enemies. Mr. Dragon, you take the വണ്ടി. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഹൈറേഞ്ചിലെ ഏലക്കാടുകൾ വിയർക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ്. ഈ മലഞ്ചെരിവിൽ വിപ്ലവത്തിന്റെ തടാകങ്ങൾ ഇനിയും പൊട്ടി മുളയ്ക്കും. ഈ നാട്ടിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വിലങ്ങുതടിയായി നിന്നിട്ടുള്ള പലരെയും നമ്മൾ കൊന്നു തള്ളിയിട്ടുണ്ട്. വിപ്ലവം ഉണ്ടായ വഴി പറയുമ്പോഴാണ് ഇടയ്ക്ക് കയറുന്നത്. തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചു കാലം മുമ്പ് ഒരുത്തനെ തല്ലിക്കൊന്ന് ഏലക്കാട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. വേറൊരുത്തനെ ഡാമിലെ ചെമ്പല്ലികൾക്കും വാളകൾക്കും തിന്നാൻ കൊടുത്തു. ഇന്നലെ ഒരുത്തനെ പൂച്ചക്കുഞ്ഞിനെ പോലെ തൂക്കിയെടുത്ത് ആറ്റിലെറിഞ്ഞു. പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പറയുകയില്ല. അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. ഇതുവരെ രക്ഷപ്പെട്ടു, പക്ഷെ ഈ വലിയിൽ പൊട്ടും. ഉറപ്പല്ലേ? ജെട്ടിയുടെ എലാസ്റ്റിക് വരെ പൊട്ടും. ഉറപ്പാ. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ചാകണം. യുദ്ധം ഈ യുദ്ധം അമാരെ അണ്ടങ്കിരട്ട് വക കാര്യമുള്ളൂ. അവസാനം ക്യാപ്റ്റൻ കളത്തിൽ വാള് വെച്ചു. എടാ, ഇമ്മര് തൂക്കത്തിൽ തടിപൊളിച്ചെന്നുറപ്പാ. എല്ലാത്തിനും തടി പൊക്കം കണ്ടില്ലേ? മക്കളെ വലിച്ചു ട്രൗസർ കീറണ്ട കേട്ടോ. വേണമെങ്കിൽ ഒരു ബലത്തിന് 3-4 സ്നഗ്ഗി വാങ്ങി കെട്ടിക്കോ. വിട്ടേക്കറ് ചേട്ടാ, പിള്ളേര് വലിക്കുവിനെ പേടിക്കും. ഇവിടെ വരെ വണ്ടി ഓടിച്ചു വന്നിട്ട് വലിക്കാണ്ട് പോയ മോശമല്ലേ? സംഘാടകരുടെ അടുത്ത് പിടിയുണ്ടെങ്കിൽ ഏത് പട്ടിക്കും തൂക്കത്തിൽ തട്ടിപ്പ് കാണിച്ചതുപോലത്തെ ജുറാസിക്കളെ കളത്തിലിറക്കാൻ പറ്റും. ആര് രക്ഷപ്പെടിച്ചു? എന്താ ലോലയാനി പോരാ. ഷാജി പാപ്പൻ ഷാജി പാപ്പൻ സലാമ് വയ്ക്കും വീരൻ പാപ്പൻ. ഷാജി പാപ്പൻ നാറ്റം പോകും ചീറി പോകും വൈറ്റം തന്നെ ഷാജി പാപ്പൻ. എന്താ? എന്റെ പിള്ളേരെ തുടരണെങ്കിലേ
നീയൊക്കെ കുറച്ചുകൂടി മൂക്കണം. എന്നാ കണ്ടോടാ മൂപ്പ്. എന്താ ഈ കാണിച്ചത്? ഈ ആവേശം ഫീൽഡിൽ കാണിച്ചാൽ മതി. മത്സരം തുടങ്ങാറായി. ഒന്ന് വന്നേ. ഓരോ നടരാജ വിഗ്രഹങ്ങൾ. എന്നാത്തിനാണോ എന്നെ വിളിച്ചു വരുത്തിയ? ഭയങ്കര ചന്ദ്രത്തിൽ അടിച്ചിട്ടാ ഈ നടുമുച്ചത് എന്തിനാ ഷാജേട്ടാ തൊഴിക്കാൻ പോയെ? തല കറക്കുന്ന പോലെ. ഇനി എണീക്കൂ ഷാജേട്ടാ. ഓ യൂണിഫോം എടുത്തിട്ടാ പാവം എന്നെ രക്ഷിക്കാൻ മക്കളെ. ഷാജേട്ടന്റെ ഈ വയ്യാത്ത നടുവിനെ വിചാരിച്ചെങ്കിലും നിങ്ങളെ മത്സരത്തിൽ ജയിക്കണേടാ. ഉറപ്പായിരുന്നു ഷാജേട്ടാ. മലയോര വിപ്ലവ പാർട്ടി ഹൈറേഞ്ച് ജില്ലാ സെക്രട്ടറി ശ്രീ പി ശശിയുടെ തുറന്ന പറച്ചിലാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവ് പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ. ഈ ഹൈറേഞ്ചിലെ ഏലക്കാടുകൾ വിയർക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ്. ഈ നാട്ടിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വിലങ്ങുതടിയായി നിന്നിട്ടുള്ള പലരെയും നമ്മൾ കൊന്നു തള്ളിയിട്ടുണ്ട്. പിള്ളേരുടെ പടം പിടുത്തം കൊള്ളാമല്ലടാ. പിന്നെ ആശാന്റെ മുഖം നന്നായി പതിഞ്ഞിട്ടുണ്ട്. ആർക്കും മനസ്സിലാകാതിരിക്കത്തില്ല. ആശാനെ ഇന്നലെ ഒരുത്തനെ നാശം. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം കിടക്കണ ഈ ജില്ലയിൽ തന്നെ കറണ്ടിന്റെ അവസ്ഥ ഇതാണേല് ബാക്കി ജില്ലകളിൽ ആരും എന്തായിരിക്കും അല്ലേ ആശാനെ? തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടറിയാ. ഹൈറേഞ്ച് മൊത്തത്തിൽ തണുത്ത് കിടക്കാന്ന് കഴിഞ്ഞ ആഴ്ച കൂടി ആള് പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പം ചൂടാവുമല്ലോ. ലാൽ സലാം സഖാവേ. എടോ തിരുമണ്ട, അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാനല്ലടോ. തന്റെ വിവരമില്ലായ്മയ്ക്ക് ഞാനും കൂടി സമാധാനം പറയണോടോ. സഖാവേ, ഞാൻ ആ ഊള മലയോര കോൺഗ്രസ്സുകാരും ആ തൂപ്പ് പാർട്ടിക്കാരും ഒന്ന് ഞെട്ടിക്കോട്ടെ എന്ന് കരുതി. എന്നാ തന്റെ ഉദ്ദേശം നടന്നു. ഞെട്ടി അവരല്ല, ഞാൻ, നമ്മുടെ പാർട്ടി. ഇപ്രാവശ്യം അന്റെ വക്കാലത്ത് പിടിക്കാൻ പാർട്ടിയെ കിട്ടൂല. താൻ നേരെ വിട്ടോ പൂജപ്പുരയ്ക്ക്. ഷാജിയേട്ടാ, പൊടിയൊരു കഞ്ഞി ആയോടി? ഇതെന്നാ ബാഗിലാണോ കഞ്ഞി? ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഇതിപ്പോ 3 മാസമില്ലേ, എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഞാൻ പോവാ. വൈദ്യുതി പറഞ്ഞ താൽക്കാലികമൊന്നല്ലോടി, നീ ഇതെങ്ങോട്ട് പോവാ? പൊന്നപ്പൻ ചേട്ടനെ എന്നെ ശപിക്കരുത്. പൊന്നപ്പൻ ചേട്ടൻ എന്നെ പൊന്നു പോലെ നോക്കും. വണ്ടി ഞങ്ങൾ എടുക്കുക. വാ പൊന്നപ്പൻ ചേട്ടാ, ഇങ്ങോട്ട് വാ. എന്നെ തുടരുത്. എന്ന് കിടപ്പ് കിടക്കണേ ഈശ്വര. എന്റെ വണ്ടി ഓടിക്കാൻ വന്നിട്ട് എന്റെ ഭാര്യയെ വളച്ചുകൊണ്ട് പോവാനുള്ള തെണ്ടി. അതും എന്റെ വണ്ടിക്ക് തന്നെ ഹരിതരുതായിരുന്നു. നിനക്ക് ഈ കാട്ടുപോക്കാനല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലോടി? വണ്ടിയുടെ ബോഡി നന്നായിട്ട് കാര്യമില്ലല്ലോ മുതലാളി, എഞ്ചിനിലല്ലേ കാര്യം. ഞങ്ങൾക്ക് ഉണ്ടാവുന്ന കൊച്ചിന്റെ പേര് ഷാജിയേട്ടൻ എന്നടാ. രാത്രിക്ക് മുമ്പ് ചുരം ഇറങ്ങണം. അപ്പം ഹാപ്പി ജേണി മുതലാളി. നിന്റെ വണ്ടി ഇടിക്കൂടാ. വാടി പോട്ടെ.